നമസ്കാരം. മല്ലു മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് നമ്മളെ ഡിസ്ക് ബ്രേക്ക് കാലിപ്പർ ടൈറ്റായിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ടയർ കറക്കി കഴിഞ്ഞാൽ കറങ്ങത്തില്ല, നല്ല ടൈറ്റുണ്ട്. വഴിയിലൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം രണ്ട് പിസ്റ്റനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതാണ് ഈ പിസ്റ്റൻ, ഇതിൻ്റെ അകത്തുള്ള പിസ്റ്റനാണ് അകത്തോട്ട് തള്ളി കൊടുക്കുന്നത്. ഒരു ചെറിയ സിറ്റിലെടുത്തിട്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ചെറുതായിട്ട് സിറ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാറക്കല്ല അങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ടയർ ഫ്രീ ആയി ഇങ്ങനെ കറങ്ങും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് പിസ്റ്റൻ ഇളക്കി അതിൻ്റെ അകത്തൊരു ഓറിജിനൽ സെറ്റുണ്ട്, റിപ്പയറിങ് കിറ്റുണ്ട്. അത് ഇളക്കി റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഇളക്കാൻ പോകുന്നത് 8 mm ഇലക്കി എടുത്ത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഇവിടെ 2 ഇലങ്കീസ് ഇതുണ്ട്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇളക്കാൻ പോകുന്നത്. ഇതൊരു 10-ൻ്റെ T ആണ്. ഇപ്പോൾ ലിവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലിട്ടിട്ട് വലിച്ചിളക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ഞൂരി എടുക്കണ്ട, ലൂസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി അടുത്തായിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഇലങ്കിയുണ്ട് ചെറുത്, ഇത് നമുക്ക് ഇളകിയിട്ടുണ്ട്. അടുത്തായിട്ട് 5 mm ഒരു ഇലങ്കിയാണ്. 5 mm ഇലങ്കി ബോൾട്ട് ഇളകിയിടുക. പിന്നെ മൊത്തം 3 ഇലങ്കി. ഇനി അടുത്തായിട്ട് നമ്മൾ ആ ഫ്ലാപ്പ് ഡിസ്കിൻ്റെ മുകളിൽ വരുന്ന ഫ്ലാപ്പ് ഇളക്കുകയാണ്. ഫൈബർ പീസ് അല്ലെങ്കിൽ 2 സ്ക്രൂ വരുന്നുണ്ട്. പൾസർ, ഡിസ്കവർ, ഒരു ഇതുള്ള എല്ലാ വണ്ടിയും, ബജാജിൻ്റെ ഒരു എല്ലാ വണ്ടിക്കും ഈ കാലിപ്പറാണ് വരുന്നത്. പിന്നെ ഒരേ മെത്തേഡാണ്. നമുക്ക് അടുത്തായിട്ട് 12-ൻ്റെ 2 ബോൾട്ട് ഇളകി, കാലിപ്പർ ഇളക്കുന്ന 2 ബോൾട്ട്. 2 ബോൾട്ട് ഇളകിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രീ ആണ്. നേരത്തെ 2 തട്ട് ചിറ്റിയിലിന് 2 തട്ട് കെട്ടിയപ്പോൾ അത് ഫ്രീ ആയി, അല്ലെങ്കിൽ നല്ല ജാമായിരുന്നില്ല, ഇളകി വരാൻ നല്ല ടൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ലൂസ് ചെയ്ത് വെച്ച ഈ 3 ബോൾട്ട് നമുക്ക് ഇളകിയെടുക്കാം. ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ 2 പാഡ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ലൂസ് ചെയ്ത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. അപ്പോൾ അത് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ക്യാം ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ലോക്ക് ഇതുണ്ട്. നമുക്ക് ഈ ഫ്ലൂഡിൻ്റെ ഓസ് അഴിച്ചുവിടാം. നേരത്തെ എല്ലാം ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബോൾട്ട് ഇളക്കുമ്പോൾ 2 വാഷറുണ്ട് അപ്പുറം ഇപ്പുറം. ആ വാഷർ മിസ്സായി പോയാൽ ഓയിൽ ഈ ഫ്ലൂഡ് ലീക്കായി പോകും. അപ്പോൾ ആ വാഷർ ശ്രദ്ധിച്ച് നോക്കിക്കോളാം. അതേപോലെ തന്നെ ഈ ഓസിൽ വല്ല അടവ ഉണ്ടാകും നോക്കിക്കോളാം. ഈ ഹോളിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്ന ഹോള് അണുണ്ടാകും നോക്കിക്കോളാം. ഈ 2 വാഷർ ശ്രദ്ധിച്ച് വയ്ക്കും. അപ്പോൾ ഫ്ലൂഡ് ലീക്കാവാതെ നമുക്ക് മുകളിലോട്ട് ഒരു കവറിൽ കയറ്റി വയ്ക്കുക. ഫ്ലൂഡ് ഈ ബോഡിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെയിൻറ്റ് പോവും, പെയിൻറ്റ് മങ്ങൽ വരും. ഒരു കവറെടുത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ അടുത്ത് ഇളക്കാൻ പോകുന്നത് ഈ പിസ്റ്റനാണ് ഇളക്കുന്നത്. 2 പിസ്റ്റൺ. ഇതാണ് സംഭവം ജാമാവുന്നത്. ഇത് ബ്രേക്ക് നമ്മൾ ലിവർ പിടിക്കുമ്പോൾ ഈ സാധനം പിസ്റ്റൺ മുകളിലോട്ട് വന്നിട്ട് റിട്ടേൺ തിരിച്ച് കയറി പോകത്തില്ല. അതുകൊണ്ട് ഇത് ജാമാണ്. ഇതിൻ്റെ അകത്ത് 2 ഓറിങ് കിറ്റ്, റിപ്പയറിങ് കിറ്റായിട്ട് 2 ഓറിങ് വരും. ആ റിപ്പയറിങ് കിറ്റിൽ ആ സാധനമുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാനാണ് പോകുന്നത്. ഇത് ഇളക്കുന്നത് ഒരു സ്പെഷ്യൽ ടൂൾ വെച്ചാണ് ഇളക്കുന്നത്. ഇതാണ് ആ സ്പെഷ്യൽ ടൂള്. ഇതിൻ്റെ അകത്ത് ഇറങ്ങി നമ്മൾ ഒന്ന് ചിറ്റയിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് ഇതങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ആ സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയിട്ട് ഇന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തൊരു ലിവറുണ്ട്. കാലിപ്പർ പിസ്റ്റൺ പുള്ളർ എന്നാണ് ഇതിൻ്റെ പേര്. ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. ഓരോ വണ്ടിക്കും ഓരോ ഫുൾ സെറ്റായിട്ടൊരു പാക്കറ്റ് വരുന്നുണ്ട്. 2000 സംതിങ് രൂപയാണ് അതിൻ്റെ വില. ഇത് പിന്നെ പോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. 2400 ആ റേഞ്ച് എങ്ങാണ്ട് വരുമെന്ന് തോന്നുന്നു. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. അങ്ങനെ കറങ്ങുന്നുണ്ട് ഈസി ആയിട്ട്. വേറെ ഒന്നും സ്ക്രാച്ച് ഇല്ലാതെ, ജാമില്ലാതെ, വേറെ ഒന്നും പ്രശ്നമില്ലാതെ ഈസി ആയിട്ട് ഇളകിയിടുക. ഓക്കെ, ഇത് ഇളകിയിട്ടുണ്ട്. നമ്മളിത് നല്ല വൃത്തിയായിട്ട് അകത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ
ഓറിങ് ഇളകി എടുക്കുക. പിന്നെ ചെറിയൊരു സ്കൂട്ടർ ഇട്ടിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ ഈസിയായിട്ട് ഇളകി വരുന്നത്. രണ്ടാമത്തെ റബ്ബാണ് കഴിഞ്ഞിട്ടുണ്ട്. 2 ഇതിൻ്റെ മോള് റബ്ബർ വരെ. അങ്ങനെ 4 റബ്ബർ. മുകളിൽ ഈ കളറാണ്, അടിയിൽ വരുന്നത്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ ഹോള് അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് അടുത്തായിട്ട് ഇനി ആ ഓറൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളൊരു പുതിയ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ റബ്ബർ ഇത് അങ്ങനെ 4 റബ്ബർ, അടപ്പ് എല്ലാം ഉണ്ട് സാധനവും. ഒരു 90 രൂപയുള്ള സാധനം. എൻട്രൻസിൻ്റെ കമ്പനിയിൽ അതേ സെയിം കമ്പനിയാണ്. ഇപ്പം ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇടാൻ പോകുന്ന ഫസ്റ്റ് അടിയിൽ വലിയ ഇതാണ് വരുന്നത്, മുകളിൽ ചെറിയ ഇതാണ് വരുന്നത്. അപ്പോൾ അടിയിൽ നമുക്ക് ഇടാം. അത് ഇതിങ്ങനെ കയറ്റി ആ ഹോളിലോട്ട് പയ്യൊരു സ്കൂട്ടർ കൊണ്ട് പയ്യെ നൈസായിട്ട് ഇങ്ങനെ ഹോളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് അതേപോലെ ഇങ്ങനെ പയ്യെ കറക്കി താഴോട്ട് പയ്യെ കൊണ്ടുപോയാൽ മതി. അടുത്ത മുകളിലത്തെ ഇടാൻ പറ്റുക. മുകളിലത്തെ ഇടുന്നത് ഇതേപോലെ കയറ്റി ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. രണ്ടും ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിസ്റ്റണിൻ്റെ അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലീസ് വരുന്നുണ്ട്. ലീസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂഡ് ലീസ് എന്ന് പറയും. ഈ കിറ്റിൽ കൂടെ റിപ്പയറിങ് കിറ്റിൽ കൂടെ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്ത് നല്ലപോലെ വെച്ച് കൊടുക്കാം. വേറെ സാധാ ഗ്രീസ് ഇട്ടുകൂടാ. ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്ലൂഡ് ഗ്രീസ് തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് തന്നെ ഇതിൽ ഈ പിസ്റ്റണിലൊന്ന് ഗ്രീസ് വെച്ച് കൊടുക്കുക. നമുക്ക് അടുത്ത പിസ്റ്റൺ ഇങ്ങനെ എടുത്ത് വെച്ച് പയ്യൊന്ന് പ്രസ് ചെയ്ത് കണ്ട ഈസി ആയിട്ട് താർന്ന് പോകുന്നില്ല. ഇതിനൊക്കെ വെച്ച് കൊടുത്താൽ അത് വേണമെന്നില്ല. കറക്റ്റ് ലെവലായിരുന്നാൽ കറക്റ്റ് ഹോള് ലെവലായിരുന്നാൽ മതി. രണ്ടും ഒരേപോലെ തന്നെ താഴ്ന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. നമ്മളടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ നല്ല തുരുമ്പുണ്ടായിരുന്നു. ഇളക്കാനകത്ത് ബുദ്ധിമുട്ടി. അത് ചെറുതായിട്ട് തട്ടിയൊക്കെയാണ് ഇളക്കിയത്. ഇത് കുഴപ്പമില്ല. ഇത് നല്ല പോളിഷായിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് പേപ്പർ വെച്ച് ഗ്രീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് കയറ്റാനുള്ള. നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ പിടിച്ച് ഏകദേശം ഒന്ന് കൃത്യമായിരുന്നു. നല്ല തുരുമ്പായതുകൊണ്ട് ഇച്ചിരി പോളിഷാവാൻ പാടുണ്ട്. ഇപ്പോൾ ഇതിൽ സാധാ ഗ്രീസ് വെച്ചാൽ മതി. കൂടുതൽ ഗ്രീസിൻ്റെ ആവശ്യമില്ല. ഈ സാധനം ഇറങ്ങുന്ന വലിയ സാധനം ഇറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അത് ഗ്രീസ് വയ്ക്കാറുണ്ട്. ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എൻ്റെ അകത്താണ് തുരുമ്പ് കയറിയിട്ടുള്ളത്. അതിൻ്റെ അകത്തുനിന്ന് ഗ്രീസ് വയ്ക്കുക. ഇത് നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം ഇപ്പുറത്തും ശകലം ഗ്രീസ് വയ്ക്കും. അതിനകത്തൊരു റബ്ബറുണ്ട്. ഈ റബ്ബർ ഇടുന്ന ഈ ഭാഗമാണ്. ഇതിൻ്റെ അകത്താണ് ഈ സൈഡ് വരുന്നത്. ഇത് മോൾ ഭാഗം. പിന്നെ അങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ഇറങ്ങും. അപ്പോൾ അത് സീറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കയറ്റി കൊടുക്കാം. പിന്നെ നോക്കാതെന്ന് പറഞ്ഞാൽ ഇത് കയറിയിട്ട് താഴോട്ടും മുകളിലോട്ടും നല്ലപോലെ ഫ്രീ ആയിട്ട് വർക്ക് ആവണം. അല്ലെങ്കിൽ ഡിസ്ക് ജാം ആവും. ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. ഉള്ളത് ഈ ക്ലാമ്പാണ്. ഡിസ്ക് പാഡ് നല്ല ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയുള്ള ക്ലാമ്പാണ് വയ്ക്കുന്നത്. ഇത് വെച്ചില്ലെങ്കിൽ ഡിസ്ക് പാഡ് കിടന്ന ഒരു ഓട്ടത്തിൻ്റെ ചെറിയ കിടുകിടാ സൗണ്ട് വരും. അപ്പോൾ ഇത് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ അടപ്പ് അത് സെറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് പൊള്ളിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ അടുത്തായിട്ട് വയ്ക്കാൻ പോകുന്ന ഈ പിന്നെ ഡിസ്ക് പാഡ് ടൈറ്റായിരിക്കാൻ വേണ്ടി ഉള്ളൊരു ക്ലാമ്പാണ്. കുറച്ച് വൃത്തിയാക്കിയിട്ട് കയറ്റി വയ്ക്കുക. ഇതിൻ്റെ സെൻറ്ററുണ്ട്. ഈ 2 ക്ലാമ്പ് ഇതിൻ്റെ അകത്ത് വരണം. ഇതിൻ്റെ അകത്ത് ഈ സാധനം വരണം. കയറ്റി വെച്ചിട്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ക്ലാമ്പ് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക് പാഡ് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ വയ്ക്കുന്നത്. ഡിസ്ക് പാഡ് കയറ്റി വയ്ക്കുകയാണ്. നമുക്ക് ആ ബോൾട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഏലങ്കി ബോൾട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. 5-ാമതിൻ്റെ ഏലങ്കിയാണ്. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഡിസ്കിലോട്ട് കയറ്റി വയ്ക്കാം. നമ്മൾ നേരെ ഇത് ഡിസ്ക് പാഡ് കറക്റ്റ് ആ സീറ്റിങ്ങിൽ ആ വെട്ടിൽ കിടന്ന് ഇത് ഇവിടുത്തെ വെട്ടിൽ കയറിയിട്ടുണ്ട്. അത് കയറ്റി വെച്ചാൽ മതി. ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്.
രണ്ട് 12 ബോൾട്ട് ഇട്ടു. 12 ടീ വെച്ചൊന്ന് മുറുകി ഇങ്ങനെ ഒന്ന് വലിച്ചു മുറുക. ചെറിയ അവസ്ഥയിൽ ഇളകിയാൽ മതിയാക്കി. അത് ഇതിൽ കയറ്റി വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നല്ലത്. അല്ല നമ്മൾ കൈ കൊണ്ട് വെച്ച് പിടിപ്പിച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ കയറത്തില്ല. അപ്പോൾ ഇതിൽ കയറ്റി വെച്ച് ഒരു ലിവറേജ് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ബോൾട്ട് നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോൾട്ട് ഇതിപ്പോൾ എല്ലാം ഈ ഭാഗം എല്ലാം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറിച്ച് വെച്ച് ഇതിൻ്റെ അകത്തൊക്കെ ചൂട് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ഇട്ട് വെച്ച് അത് ഓസ് ഇളക്കി ഇരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു വാഷർ വരും. ഇതേപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോൾട്ട് ഇട്ട് കൊടുക്കാം. 14 സൈസ് ബോൾട്ടാണ്. കൈ കൊണ്ടൊന്ന് പൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ സീറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് 14 ബോൾട്ട് വലിച്ചു മുറുകയും. ഇത് ഹോളുള്ള ബോൾട്ടായതുകൊണ്ട് ഓവർ ടൈറ്റ് ചെയ്താൽ ഇത് ഒടിഞ്ഞു വരും. അതുകൊണ്ട് ഒരു പരുവത്തിൽ ടൈറ്റ് ചെയ്യാതെ മതി. അപ്പോൾ എന്നിട്ട് അടുത്ത ഈ ബുഷുണ്ട്, ബുഷിൻ്റെ 14 ബുഷിന് അത് കയറ്റി വെച്ചു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് 10 ഈ നോബ് ഊരി എടുത്തിട്ട് ഇത് ലൂസ് ചെയ്യും. പിന്നെ ബ്രേക്ക് ലോഡാക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ഹോള് ഊരിയൊക്കെ നോക്കി വേറെ അടവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എയറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഫുള്ള് മുറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് ഈ പരുവത്തിന് അങ്ങനെ വെച്ചാൽ മതി. ഇതിലോട്ട് ഫ്ലൂഡ് കയറ്റാം. ഇതിൻ്റെ അത് ആ ഫ്ലൂഡ് ഒന്ന് ലൂസാണ്. ഇതായിട്ട് പോസ്റ്റ് കയറ്റിയിട്ടുണ്ടോ അതിപ്പോൾ വ്യത്യാസം ഫ്ലൂഡ് എടുത്തിട്ടുണ്ട്. 4 ഫ്ലൂഡ് എടുത്തിട്ടുണ്ട്. മാസ്റ്റർ സ്ക്രൂ ഉണ്ട്, 2 സ്ക്രൂ അതായി പറയുക. ഇത് നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ ലിവറേജുള്ള ഒരു നല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് വെക്കാൻ പറ്റും. 2 സ്ക്രൂ ഇളക്കി എടുത്ത് അടപ്പിളക്കി എടുത്തിട്ടൊരു ഫൈബറാണ്, ഫൈബറോ റബ്ബർ, ഇത് രണ്ടും മിണ്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്ലൂഡ് ഇതിനകത്ത് വലിയ അഴുക്കൊന്നുമില്ല. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ഫ്ലൂഡ് മാറിയെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇത് ഇളക്കിയില്ല. മാസ്റ്റർ സിലിണ്ടർ വേറെ വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ ഫ്ലൂഡ് കയറ്റുകയാണ്. നമ്മളിത് ഫ്ലൂഡ് കിടക്കുന്നത് അതൊന്ന് ഇളക്കി ഒന്ന് വേസ്റ്റ് വെച്ച് മുക്കി ഒന്ന് എടുത്ത് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഈ 2 ഹോള് അടവൊന്നുമില്ല, രണ്ടിലും ഇതൊക്കെ വരുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സിറിഞ്ച് ഒന്ന് പ്രസ് ചെയ്ത് കൂടെ അകത്തോട്ട് തള്ളിക്കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് തെറിക്കുന്നതാണ്. എൻ്റെ അകത്തൊക്കെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കവറെടുത്ത് അത് വെക്കണം, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കുറച്ച് നിറച്ച് കൊടുക്കാം. അത് ഏകദേശം നമ്മുടെ ഈ ലെൻസിൻ്റെ അവിടം വരെ ഒന്ന് നിറച്ച് കൊടുക്കാം. ആ ലെൻസിൻ്റെ അവിടം വരെ ഫ്ലൂഡ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് പെഡലിന്ന് പയ്യെ പ്രസ് ചെയ്ത് പോകാം. ഒരു പയ്യെ സ്പീഡിന് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പയ്യെ ഒന്ന് പമ്പ് ചെയ്താൽ മതി, ലോഡാക്കും. ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂഡ് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെറിയൊരു അടപ്പ് നേരത്തെ എടുത്ത ഒരു അടപ്പ് എടുത്ത് വെക്കുകയാണ്. എനിക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലിവർ പമ്പ് ചെയ്ത് പിടിച്ചേക്കുകയാണ്. അത് ലിവറിൽ തന്നെ പിടിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഒന്ന് എയർ എടുത്ത് കൊടുക്കുക. എയർ എടുത്ത് നിന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ആ ലിവർ വിടല്, ലിവർ വിട്ട് കഴിഞ്ഞാൽ എയർ വിട്ടതിന് ശേഷം ലിവർ വിടാതെ തന്നെ നമുക്ക് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ പമ്പ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഫുൾ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എയർ എടുത്തേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട് ബ്രേക്ക്. അപ്പോൾ വേണ്ട ബ്രേക്ക് പിടിച്ച് ഓക്കെ ബ്രേക്ക് വിട്ട് ഓക്കെ, നല്ല ഫ്രീ ആയിട്ടുണ്ട്. ടയറിപ്പോൾ ഒരു ജാമുമില്ല, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുകയാണ്. ഓക്കെ.